നവംബറിൽ ഇസ്രായേലും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനു ശേഷം ഇതാദ്യമായാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തുന്നത്. ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികളുടെ പ്രദേശത്തെ ഡ്രോൺ സംഭരണ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിലുടനീളം പ്രതിധ്വനിക്കുകയും ആകാശത്തേക്ക് കട്ടിയുള്ള കറുത്ത പുക ഉയരുകയും ചെയ്ത ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം പരിസര പ്രദേശങ്ങളിൽ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും കെട്ടിടത്തിന് നേരെ മുന്നറിയിപ്പ് വെടിവെപ്പുകളുമായി 3 ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതായി സുരക്ഷാ വൃത്തങ്ങൾ വാർത്താ ഏജൻസികളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് പരിഭ്രാന്തരായി താമസക്കാർ ഓടിപ്പോകുന്നതും കാറിലും കാൽനടയായി രക്ഷപ്പെടാൻ ഓടുന്നതും വെടിവെപ്പുകളും കേട്ടതായി ദൃക്സാക്ഷികൾ പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രദേശത്തെ എല്ലാ സ്കൂളുകളും സർവകലാശാലകളും ഇന്ന് അടച്ചിടാൻ ലെബനൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഹദത്തിലെ ലക്ഷ്യമിട്ട കെട്ടിടം ഇറാനിയൻ പിന്തുണയോടെയുള്ള ഗ്രൂപ്പിൻ്റെതാണെന്നും അവിടെ അവർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ലെബനനിൽ നിന്നും വടക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമാണ് ആക്രമണം നടത്തിയതെന്നും സൈന്യം വ്യക്തമാക്കി. സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു മുന്നറിയിപ്പ് വെടിവെപ്പോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യം അടയാളപ്പെടുത്താനുള്ള ശ്രമമോ ആയിരുന്നുവെന്ന് കരുതുന്ന ഒരു പരിമിതമായ ഡ്രോൺ ആക്രമണം മുന്നറിയിപ്പ് നൽകിയ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഒരു കെട്ടിടത്തിൽ ഇടിച്ചു വന്നു. തുടർന്ന് വൻ ബോംബാക്രമണം നടന്നു. നിങ്ങൾ നന്നായി കേൾക്കുന്നുണ്ടോ? ആക്രമണം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, കെട്ടിടത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡ്രോൺ ആയുധം. ഹിസ്ബുള്ള പഠിക്കാതിരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായും പാഠം നന്നായി മനസ്സിലാക്കിയിട്ടില്ല എന്നും തോന്നുന്നുവെന്നും ഇസ്രായേൽ സൈനിക വക്താവായ അവിച്ചായ് അദ്രയി പോസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി, കിരിയത്ത് ഷിംനോണിയും ശാന്തതയും ഇല്ലെങ്കിൽ ബെയ്റൂട്ടിലും ശാന്തത ഉണ്ടാകില്ല. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങൾ ദാഹിയ എന്നറിയപ്പെടുന്നു. ഹിസ്ബുള്ളയുമായുള്ള ശക്തി കേന്ദ്രമാണിത്. കഴിഞ്ഞ വർഷത്തെ യുദ്ധങ്ങൾ ഇസ്രായേലി ആക്രമണങ്ങളിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഗ്രൂപ്പിന്റെ ശക്തനായ തലവൻ സയ്യിദ് ഹസൻ നസ്രല്ലെ ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വ്യോമാക്രമണം വെടിനിർത്തൽ നിബന്ധനകൾ ലംഘിച്ചുവെന്നും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും വ്യക്തമാക്കി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള സംഭാഷണത്തിനിടെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം സമാനമായ ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം മാർച്ച് 22-ന് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിനു ശേഷമുള്ള വെള്ളിയാഴ്ചത്തെ റോക്കറ്റ് വിക്ഷേപണത്തിൽ ഗ്രൂപ്പിന്റെ പങ്കാളിത്തം ഹിസ്ബുള്ള നിഷേധിച്ചു. ഇറാനിയൻ പിന്തുണയും ഗ്രൂപ്പ് ഉത്തരവാദിത്വവും നിഷേധിച്ചു. ലെബനനിൽ ഇസ്രായേലിന് സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ന്യായീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സംഭവങ്ങളെന്നും ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട്.